ഇന്നലത്തെ കല്യാണത്തിന്റെ ക്ഷീണത്തിന് ശേഷം വയ്യാണ്ടായിപ്പോയമ്മ. എനിക്ക് വയ്യടി മോളെ. ബന്ധക്കാരൊക്കെ ഇന്നലെ പോയത് തന്നേ, അല്ലെങ്കിൽ ഇന്ന് അവർക്കും വെച്ചുണ്ടാക്കാൻ നിൽക്കേണ്ടി വന്നേനെ. ഉഫ്. ഏ ഇത് ആരാ ഇത്? അതന്നെ അടിപെണ്ണ നീ അങ്ങനെ പറഞ്ഞേ. ഇത് നിന്റെ ചേട്ടന്റെ ഭാര്യയാന്ന് കണ്ട നിനക്ക് മനസ്സിലാവത്തില്ലേ? അതല്ലമ്മേ, ഇന്നലെ കല്യാണത്തിൽ ഇതിലും നിറം ഉണ്ടായിരുന്നല്ലോ. ഇതൊരുമാതിരി കറുത്തിരിക്കുന്നേ. ഇത്രയും നിറം കുറവായിരുന്നു ചേച്ചിക്ക്? ഓ ഇതൊക്കെ ഈ നിറമൊക്കെ ഉള്ളൂ. പെണ്ണ് കാണാൻ പോയ സമയത്ത് നമ്മൾ കണ്ടതല്ലേ. ഈ ഒരു നിറമൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇന്നലെ കല്യാണത്തിന് ഇച്ചിരി നിറം തോന്നിച്ച എന്നാന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഗുണം കൊണ്ട. ആ ഒരു വിധത്തിൽ നന്നായി. മേക്കപ്പ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ചേട്ടന്റെ കൂടെ നിൽക്കുമ്പോഴേ ഭയങ്കര ബോറായിരുന്നേരമ്മേ. പിന്നെ ചേച്ചി, ഞങ്ങളിങ്ങനെ പറയണോണ്ട് ചേച്ചി ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങളിങ്ങനെ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മോക്കിപ്പോ എന്നാത്തിനല്ലേ വിഷമം തോന്നുന്നേ? അവക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ സത്യമല്ലേ നമ്മൾ പറയുന്നേ. പിന്നെ നമ്മൾ ഓപ്പണായിട്ട് അങ്ങ് പറയുന്നെന്ന് മാത്രം. അതിപ്പോ ഉള്ള കാര്യമല്ലേ. നാ മോളും കുടിച്ച് സുഹൃത്തിനും കൊടുക്ക്. നാ എന്നാലും അമ്മേ ഇത്രയും നിറം കുറവായിരുന്ന? ഓ എന്റെ മോളെ, ഇനി ഇതൊക്കെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞില്ലേ? എന്തേലാണ് ഏട്ടാ, എന്താ ചായ? എന്താടി എന്ത് പറ്റി? എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. സത്യം പറ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതിന് വിദ്യയും അമ്മയും കൂടെ ഓരോന്നൊക്കെ പറയായിരുന്നു ഇന്നലെ കല്യാണത്തിന്, എൻ്റെ മേക്കപ്പിന്റെ കാര്യമൊക്കെ. അത് മാത്രമേ പറഞ്ഞോളോ? നിന്നെ വേദനിപ്പിക്കുന്ന രീതി എന്തെങ്കിലും പറഞ്ഞോ? അത് പിന്നെ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാന്ന് മനസ്സിലായി. എടി ഇതൊന്നും കാര്യമാക്കണ്ട, എനിക്കിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ അല്ലേ, കൊള്ളാലോ. കല്യാണത്തിന് വിളിച്ചിട്ട് കല്യാണത്തിന് പിറ്റേന്നാണ് കയറി വരുന്നത്. എന്നാ പരിപാടി കൊച്ചാട്ടെ കാണിക്കുന്നേ? മോശമായിപ്പോയി കേട്ടോ. വരാതിരുന്ന ഭയങ്കര മോശമായിപ്പോയി. എൻ്റെ പൊന്നു സുജാത, ഞാൻ ഇന്നലെ വരണമെന്ന് വിചാരിച്ചാ. നേരത്തെ കണ്ട് ഫുഡ് ഷർട്ടും ഒക്കെ തേച്ച് വൃത്തിയാക്കി എടുത്തു വെച്ചതാ. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ലല്ലേ. ഓരോ വിധിയേ. വയ്യാണ്ടായിപ്പോയി, എനിക്ക് അനങ്ങാൻ പറ്റാണ്ടായിപ്പോയെന്നേ. ശരീരം അങ്ങോട്ട് സമ്മതിച്ചില്ല അങ്ങോട്ട് വരാൻ. അപ്പം പിന്നെ അവിടെ ഇരിക്കുകയല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വലിയ കുഴപ്പമില്ല. അതാ പിന്നെ ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചേ. വയ്യാണ്ടായി പോയല്ലേ. ഞാനും വിചാരിച്ചെന്നേ, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിട്ട് കൊച്ചേട്ടനെ വിളിച്ചാൽ കറക്റ്റ് സമയത്ത് എത്തുന്നതാ. ഇന്നലെ കാണാണ്ടായപ്പോൾ തന്നെ വിചാരിച്ചു എന്തോ കാരണമുണ്ടെന്ന്. അല്ല സുഹിത്തെന്തിയെ? പുതുപണിനെയും കണ്ടില്ലല്ലോ. രണ്ടാളെ വിളിക്കേ, ഞാൻ ഒന്ന് കാണട്ടെ. പിള്ളേരെ വിളിക്കാം ഞാൻ. ശാലി മോളെ, ഇത് ആരോ വന്നിരിക്കുന്നതാക്കി. എന്താ അമ്മേ? അല്ല ഇതാരാ സുജാതെ? വല്ല ബന്ധുവാണോ? കൊച്ചേട്ടന് മനസ്സിലായില്ലേ? ഇതാണ് സുഹിത്തിന്റെ ഭാര്യ ശാലിനി. നീ എന്താ സുജാതയെ പറയുന്നത്? അതങ്ങ് വല്ലാത്ത മോശമായി പോയല്ലോ. അവൻ എന്നാ നല്ല പയ്യനാ, നല്ല വെടുത്ത് പിടിച്ചിരിക്കണ ചെറുക്കൻ. ആ ചെറുക്കൻ ഈ പെണ്ണിനെ കിട്ടിയുള്ളോ? സോറി മോളെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നിങ്ങൾ അവനൊരു ചേർച്ചയില്ല. ഈ പെങ്കൊച്ചിനെ കിട്ടിയുള്ളോ? ഇത് എന്നാ പരിപാടിയായിപ്പോയി? ഭയങ്കര മോശമായി പോയി കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് എന്നാ കാര്യം കൊച്ചേട്ടാ. കല്യാണത്തിന് മുന്നേ പെണ്ണ് കാണാൻ ചെന്ന സമയത്തെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, സുഹൃത്തെ പെണ്ണിന് നിറം കുറവുണ്ട്, നാളെ നിനക്കതൊരു ദോഷം തോന്നരുത്, വിഷമം തോന്നരുത്. ഞാൻ അവൻ കേട്ടില്ല. അവളെ അങ്ങ് വല്ലാണ്ടങ്ങ് ഇപ്പം ഇരുത്തങ്ങ് ഇഷ്ടമായി. എത്രയെല്ലാം ആലോചനകൾ, നല്ല സുന്ദരി പെണ്ണുങ്ങളെ കിട്ടുമായിരുന്നു എന്നറിയാം എൻ്റെ മോന്. കുറേ വന്നിട്ടുമുണ്ട്. അവനതൊന്നും വേണ്ടാന്ന് വെച്ച് കെട്ടിയതോ ഇവളെ. പേരിൽ ശാലിനിയുണ്ട്, പക്ഷെ മുഖത്ത് അത്രയില്ലെന്ന് പറഞ്ഞു. സുജാത ശരിയാ, ഓരോ വിധി. ഇനി വന്നിട്ടൊന്നും കാര്യം കല്യാണം കഴിഞ്ഞില്ലല്ലേ. മോളെ വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ. അമ്മാവൻ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാ. എല്ലാം അങ്ങ് ഓപ്പണായിട്ടങ്ങ് പറയും. അവരൊരു ആരാ എന്താണെന്ന് നോക്കുന്നൊന്നുമില്ല. സാധനം വെച്ച് സ്നേഹം വെച്ച് പറയുന്നേ കേട്ടോ. വേറൊന്നും വിചാരിക്കണ്ട. അതൊന്നും കുഴപ്പമില്ല. കൊച്ചേട്ടാ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ. മോളെ ചായ എടുക്ക്, മോളെ ചായ എടുക്ക്. ശരി അമ്മ. എന്നാലും എൻ്റെ സുജാത, ഇത് എന്തുവാ ഇത്? മോശമായി പോയി കേട്ടോ. നമ്മുടെ ചെറുക്കന് ഇത്രയും നല്ല പയ്യനല്ലേ, ഞാൻ എത്ര നല്ല പെണ്ണുങ്ങളെ കൊണ്ടാ തന്നേനെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുജിച്ചിൻ്റെ തലയിലെഴുത്ത് ഇതായിപ്പോയി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ ഈ വീട്ടിൽ വന്ന് കയറേണ്ട ആവശ്യമുണ്ട്? പിന്നെ പറഞ്ഞിട്ടല്ല കാര്യം. ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഞാൻ ചായ ഇങ്ങ് എടുക്കട്ടെ കേട്ടോ. കൊച്ചേട്ടൻ ഇരിക്കും. അമ്മ, ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇല്ലേ, കുറച്ച് അയച്ചു തന്നിട്ടുണ്ട്.
ഓക്കെ, ഞാൻ അയച്ചിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിക്ക്. ആ ഞാൻ കണ്ടായിരുന്നു, വാട്സാപ്പിൽ അയച്ചതേ, കുറച്ച് ഫോട്ടോസ് കണ്ടായിരുന്നു. ചേച്ചി കണ്ടായിരുന്നോ? അത് ഞാൻ കണ്ടായിരുന്നു. ചേച്ചിയുടെ ഈ ഫോട്ടോയ്ക്ക് ഇത് എന്ത് പറ്റി? ഇത് നോക്കിയമ്മേ, ഈ ഫോട്ടോയ്ക്ക് ഇത് എന്ത് പറ്റി? ഭയങ്കര നിറങ്ങുറവാണല്ലോ. ഡ്രസ്സിൻ്റെ ആണോ അങ്ങനെ, ലൈറ്റിങ്ങിൻ്റെ ആണോ? ആ അതാ ഡ്രസ്സിൻ്റെ തന്നെയാണ്. ആ റിസപ്ഷൻ ഡ്രസ്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ ഒട്ടും ചേരുന്നില്ല ആ കളറ്. ആ ഡ്രസ്സ് എൻ്റെ അമ്മയുടെ അനിയത്തി ഗിഫ്റ്റ് ചെയ്തതാ. നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആര് തന്നെയാണെങ്കിലും ആ ഡ്രസ്സ് നിനക്ക് ഒട്ടും ചേരുന്നില്ല. ഒന്നാമത് നിനക്ക് നിറം കുറവല്ലേ, അപ്പോൾ ഈ അങ്ങനത്തെ കളറുകളൊന്നും ഇട്ടാൽ ചേരത്തില്ല. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഫോട്ടോയിലേക്ക് കണ്ടിട്ട് എനിക്കൊരു മാതിരി മോശക്കേട് തോന്നി. എന്നാ വൃത്തികേടായിരുന്നു ഫോട്ടോയിൽ. അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാ? സാധാരണ ഈ നിറം കുറവുള്ള ആൾക്കാരില്ലേ, അവരുടെ നിറം ഒന്നുകൂടി ഇല്ലാണ്ടാക്കുന്ന ഡ്രസ്സുകളായിരിക്കും അവർ സെലക്ട് ചെയ്യണത്. എന്താ സംഭവം എന്നറിയില്ല. ഈ പൊതുവെ ഈ കറുത്തവർക്ക് ഈ ഒരു ഡ്രസ്സിങ് സെൻസോ അല്ലെങ്കിൽ ഒരു കളർ സെൻസോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ചേച്ചി തന്നെ ഇട്ടേക്കണ നോക്കിയേ, ചേച്ചിക്ക് എന്തെങ്കിലും ചേരുന്ന കളറാണ് ഇട്ടേക്കണത്. അതെന്തങ്ങനെ? ആ അത് നീ പറഞ്ഞത് ശരിയാട്ടോ. സത്യം പറഞ്ഞാൽ മോളെ, നീ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴേ നിനക്ക് പറ്റുന്ന കളറ് സെലക്ട് ചെയ്യണം. അതായത് നമ്മുടെ ശരീരത്തിന് എന്ത് കളറാണോ അതിന് പറ്റുന്ന ഡ്രസ്സ് സെലക്ട് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു കോലം ഉണ്ടാവത്തുള്ളൂ. മോളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പക്ഷെ എൻ്റെ മോൾ അങ്ങനെയല്ല. അവൾക്ക് എല്ലാ കളറും ചേരും. ഏത് കളർ ഇട്ടാലും എൻ്റെ ഭംഗിയ കാര്യം, അവൾക്ക് നിറമുണ്ട്. മോൾക്ക് അങ്ങനെയല്ലേ. അപ്പോൾ ഒരു ഒരു നമുക്ക് പറ്റുന്ന ഡ്രസ്സ് ഇട്ടാൽ മതി. ആന വാ പൊളിക്കുന്നുണ്ടിട്ട് അണ്ണാ വാ പൊളിച്ചിട്ട് വല്ല കാര്യമുണ്ട്? കാര്യമില്ല. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്നത്, നമ്മളെക്കൊണ്ട് പറ്റാത്ത ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് ചേരാത്ത ഡ്രസ്സ് ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോണത്. അമ്മ എന്ത് മനസ്സാക്ഷിയില്ലാതെ വർത്താനം ഈ പറയുന്നത്? നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഒരാടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അവൾക്ക് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അമ്മ നിറത്തിലൊന്നുമല്ല ഒരു കാര്യം. എന്നെ പൊന്നുപോലെ സ്നേഹിക്കാനും പരിഗണിക്കാനുള്ള മനസ്സ് അവൾക്കുണ്ട്. അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അമ്മേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഇവിടെ ഈ പുറത്തെ നിറം തന്നെയാണ് ഇവിടെ സൗന്ദര്യം. അമ്മേ, കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞ ഒന്നില്ല. ഒരാളെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേർന്ന് അയാളെ ആശ്വസിപ്പിക്കാനും മറ്റുള്ളവരെ ഇല്ലായ്മയിൽ അയാളെ സഹായിക്കാനും ഒരു മനസ്സ് വേണം. അതാണ് മനുഷ്യന് വേണ്ടത്. എന്തായാലും എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഇല്ലാത്തത് ഇവക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് മതി.